ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിന്റെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പ്രോൺസ് ½ kg 6 ദിർഹം എന്ന് എഴുതി കണ്ടു. സാധാരണ ഇവിടെ സ്ഥിരം പോകുന്ന എല്ലാ സമയത്തും 9 ദിർഹം എന്ന് കാണുന്ന സാധനം ഇന്ന് കുറഞ്ഞ വിലയ്ക്ക് കണ്ടപ്പോ പെട്ടെന്നൊരു കൊതി വന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വില കുറഞ്ഞത് ഏത് സാധനത്തിനാണോ അതിനായിരിക്കും അന്നത്തെ ദിവസം കൊതി വരും. ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന സെറ്റപ്പിന്റെ വേറൊരു രീതിയാണ്. എടാ ഇത് കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കിയത് ഒന്നിച്ചായിരുന്നു. ചെറുതിലെ ഒന്നും ഒട്ടും ചെമ്മീൻ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഭാഗത്ത് മീൻ ചേട്ടന്മാര് വരുന്ന സമയത്ത് വളരെ സാധാരണക്കാര് താമസിച്ചിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അയില, ചാള, മഞ്ഞക്കോര അങ്ങനെ വളരെ സാധാരണപ്പെട്ട മീനുകളാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും കൊണ്ടുവരുന്നത്. വിശേഷ ദിവസങ്ങളിലോ ക്രിസ്മസ്, പെരുന്നാള് അങ്ങനെ സീസണലായിട്ടൊക്കെ നമ്മുടെ അവിടെ നല്ല വെട്ടുമീനും നെയ്മീനും ഒക്കെ കൊണ്ടുവരാറുണ്ട്. കക്കയിറച്ചി കിട്ടുന്നത്, ചെമ്മീൻ കിട്ടുന്നത്, ഞണ്ടിനെ കിട്ടുന്നതൊക്കെ വളരെ അപൂർവം മാത്രം. വണ്ടിയിൽ മീൻ വിൽക്കുന്ന ചേട്ടന്മാരാണ് കൂടുതലും അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരുന്നതിന്റെ മാത്രമല്ല, ലോ മിഡിൽ ക്ലാസ് ആയ നമുക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ അന്നത്തെ കാലത്ത് ഭയങ്കര പാടായി. അന്നൊക്കെ ചെമ്മീൻ ഏതാ, ഞണ്ട് ഏതാ, കക്ക ഏതാന്നൊന്നും തിരിച്ചറിയാത്ത കാലം. പിന്നീട് ഞങ്ങള് കുറച്ച് വലുതായതിനു ശേഷമാണ് ഇതൊക്കെ വല്ലപ്പോഴെങ്കിലും കഴിച്ചിട്ടുള്ളത്. പക്ഷെ മാരേജ് കഴിഞ്ഞപ്പോ വളരെ സുലഭമായിട്ട് ചെമ്മീനും ഞണ്ടും കക്കയൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. പിന്നെ ഈ റെസിപ്പിയിൽ തക്കാളി ചേർക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ചെറിയ തോതിലൊക്കെ ചെമ്മീൻ കറി വെക്കാൻ അറിയെങ്കിലും പ്രോപ്പറായിട്ട് പഠിച്ചത് ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടാണ്. ചെമ്മീൻ ഒരുപാട് വെറൈറ്റി രീതിയിൽ വെക്കാമെന്ന് പഠിപ്പിച്ചത് എന്റെ മദർ ഇൻ ലോ ആണ്. അവിടെ ചെമ്മീൻ മേടിക്കുന്ന സമയത്ത് 3-4 കിലോയൊക്കെ ഒന്നിച്ച് മേടിച്ച് അത് ഒരു 3-4 പങ്കൊക്കെ ആക്കി ഓരോ ദിവസം ഓരോ രീതിയിലാണ് വെക്കുക. കുക്കിങ്ങിന്റെ കാര്യത്തിൽ എന്റെ ഇൻലോസ് നല്ല പൊളിയായതുകൊണ്ട് തന്നെ പല വെറൈറ്റി ഡിഷസും ഞാൻ പഠിച്ചത് അവിടെ വന്നിട്ടാണ്. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പകരം തേങ്ങ ചിരവിയിട്ട് ഉണ്ടാക്കുന്ന രീതിയും ഉണ്ട്. പക്ഷെ എല്ലാത്തിലും റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ച് ടേസ്റ്റിനും മാറ്റമുണ്ട്. ഇവിടെ മസാലാസ് ആഡ് ചെയ്തപ്പോ ഞാൻ 2 തരം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെക്കുന്ന കറി ഏതായാലും കുറച്ച് കളർഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചേർക്കേണ്ടത്. മസാലാസ് ആഡ് ചെയ്യുമ്പോൾ സ്പൈസിനെസ് എത്ര വേണമെന്ന് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യണമെങ്കിൽ. ഞാനിവിടെ ആഡ് ചെയ്യുന്ന പ്രോൺസ് ഒരു 350 ഗ്രാം ആണ്. ½ kg ആണ് നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാലും ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ അത് അത്രയായിട്ട് ഫ്രൈ ചെയ്യാതെയാണ് പ്രോൺസ് ഞാൻ ചേർത്തത്. ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം വെള്ളം ഒഴിച്ച് മൂടി വെച്ചാണ് വേവിച്ചത്. ഇപ്പൊ വറ്റി വന്നപ്പോ ഇങ്ങനെയാണുള്ളത്. ഓവർ കുക്കായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓവർ കുക്ക് ആയാല് ചെറിയൊരു റബ്ബർ പോലെയാണ് പ്രോൺസ് ഇരിക്കുക. റോസ്റ്റ് ആയിട്ടോ ഫ്രൈ ആയിട്ടോ അതോ കറി ആയിട്ടോ എങ്ങനെയായാലും പ്രോൺസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വേറെ ഒന്നും ഞാൻ ഇന്ന് ഉണ്ടാക്കിയില്ലായിരുന്നു. നല്ല ചൂട് ചോറിന്റെ കൂടെ കുറച്ച് അച്ചാറും ഈ പ്രോൺസ് റോസ്റ്റും കൂടി ആയിപ്പോ അടിപൊളി. ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരും ചെമ്മീൻ അലർജി ഉള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ ഈ വീഡിയോയും റെസിപ്പിയും പാടെ അവഗണിച്ച് കളയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ്സ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ നമ്മള് കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാട്ടോ. ചെമ്മീൻ കഴിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ അവോയ്ഡ് ചെയ്യണമെന്നൊരു ഹെൽത്ത് ടിപ്പ് മുന്നേ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്, എന്താണ് അതിന്റെ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. അതൊരു ജെനുവിൻ ഇൻഫർമേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നോക്കി വേണം കഴിക്കാൻ. അപ്പൊ ശരി, ബൈ.